ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 15 പുരുഷോത്തമ യോഗം. ആദിയോ അന്തമോ തുടർച്ചയോ രൂപമോ ഇല്ലാത്ത ഈ വൃക്ഷത്തെ പിഴുന്നതിന് ഒരുവൻ അക്ഷീണനായി പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥമായ ഈ വൃക്ഷം ഒരുവൻ്റെ അജ്ഞത കൊണ്ട് അനവരതം വളർന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ ഒരുവൻ അവൻ്റെ ആത്മജ്ഞാനമാകുന്ന ആയുധം കൊണ്ട് ഇതിനെ വെട്ടി വീഴ്ത്തണം. ആത്മജ്ഞാനം കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും പ്രതിവിധി ഉപയോഗിച്ച് ഇതിനെ പിളർക്കാമെന്ന് കരുതിയാൽ കൂടുതലായി ഇതിൻ്റെ ജാലരന്ധ്രങ്ങളിൽ കുടുങ്ങി ശാഖോപശാഖകൾ തോറും അവസാനമില്ലാത്ത ചംക്രമണം നടത്തുന്നതിനു മാത്രമേ ഇടയാവുകയുള്ളൂ. ആകയാൽ യഥാർത്ഥ സ്വസ്വരൂപ ജ്ഞാനം കൊണ്ട് ഈ സംസാര വൃക്ഷത്തിൻ്റെ ശാഖകളെയും അജ്ഞാനമാകുന്ന വേരുകളെയും വെട്ടിമുറിക്കുക. അല്ലാത്ത പക്ഷം പാശം കണ്ട് സർപ്പമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരുവൻ സർപ്പത്തെ കൊല്ലുന്നതിനായി ശേഖരിക്കുന്ന വടിയുടെ ഭാരം താങ്ങുന്നത് പോലെയോ, കാനൽ ജലം കടക്കുന്നതിന് തോണി അന്വേഷിച്ച് നടക്കുന്നവൻ യഥാർത്ഥ പുഴയിൽ മുങ്ങി മരിക്കുന്നത് പോലെയോ ആയിത്തീരും. അല്ലയോ വീര, ആത്മജ്ഞാനം ഇല്ലാത്ത ഒരുവൻ ഈ സംസാര വൃക്ഷത്തെ നശിപ്പിക്കുന്നതിനുള്ള ഉപായം തേടിയാൽ ഈ പ്രപഞ്ച വ്യവഹാരം മുഴുവനും ഉണ്മയാണെന്നുള്ള ധാരണയിലായിരിക്കും അവൻ എത്തിച്ചേരുന്നത്. സ്വപ്നത്തിലുണ്ടാകുന്ന മുറിവിൻ്റെ വേദന ഇല്ലാതാക്കുന്നതിനുള്ള ഒരേ ഒരു വഴി ഉണരുക മാത്രമാണ്. അതുപോലെ അജ്ഞാനത്തിൻ്റെ വേരുകൾ ഉള്ള ഈ വൃക്ഷം മുറിക്കുന്നതിന് ജ്ഞാനത്തിൻ്റെ ഖഡ്ഗം അനായാസമായി കൈവശപ്പെടുത്തണമെങ്കിൽ വൈരാഗ്യത്തിൻ്റെ നിരന്തരമായ സഹായം ബുദ്ധിക്ക് ലഭിക്കണം. യഥാർത്ഥമായ വൈരാഗ്യം ഒരുവനിൽ ഉദിക്കുമ്പോൾ ത്രിവർഗങ്ങളായ ധർമാധർമ്മ കാമങ്ങളെ അവൻ അവജ്ഞയോടെ ത്യജിക്കുന്നു. ഒരുവൻ എല്ലാ വസ്തുക്കളെയും വെറുക്കുമ്പോൾ അവനിൽ വൈരാഗ്യം വളർന്ന് ശക്തിപ്പെടുന്നു. അനന്തരം ദേഹാഭിമാനമാകുന്ന ഉറയിൽ നിന്ന് ജ്ഞാനമാകുന്ന ഖഡ്ഗം പുറത്തെടുത്ത് വിവേകമാകുന്ന ഉരകല്ലിൽ ഉരച്ച് അഹം ബ്രഹ്മാസ്മി ഭാവത്തിൻ്റെ തീക്ഷ്ണതയാകുന്ന മൂർച്ച വരുത്തണം. അതിനുശേഷം നിശ്ചയമാകുന്ന മുഷ്ടിബലം കൊണ്ട് ഈ ഖഡ്ഗത്തെ ശരിക്കും പരീക്ഷിക്കുകയും മനനശക്തി കൊണ്ട് അത് ചുഴറ്റി നോക്കുകയും വേണം. അപ്രകാരമുള്ള നിധിധ്യാസം, അതായത് നിരന്തരമായ ധ്യാനം കൊണ്ട് ഖഡ്ഗവും ഉപയോക്താവും ഒന്നായിത്തീരുന്നു. അദ്വൈത പ്രകാശാധിക്യമുള്ള ഈ ജ്ഞാനഖഡ്ഗം സംസാരവൃക്ഷത്തെ എവിടെയും നിലനിൽക്കുന്നതിന് അനുവദിക്കുകയില്ല. ശരൽക്കാല മാരുതൻ മാനത്തു നിന്ന് മേഘങ്ങളെ തുരത്തിക്കളയുന്നത് പോലെ, അരുണൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അന്ധകാരം അസ്തമിക്കുന്നത് പോലെ, ഉറക്കമുണരുമ്പോൾ സ്വപ്നത്തിലുണ്ടായ മനസ്സിൻ്റെ അസ്വസ്ഥത അവസാനിക്കുന്നത് പോലെ, ആത്മാനുഭവമാകുന്ന മൂർച്ചയുള്ള വായ്ത്തലയോടുകൂടിയ ഈ ഘടകം സംസാര വൃക്ഷത്തെ നിശേഷം നശിപ്പിക്കുന്നു. അപ്പോൾ ചന്ദ്രപ്രകാശത്തിൽ മരുപ്പച്ച അപ്രത്യക്ഷമാകുന്ന പോലെ സംസാര വൃക്ഷത്തിൻ്റെയും അതിൻ്റെ ശാഖോപശാഖകളുടെയും നിലനിൽപ്പ് അവസാനിക്കുന്നു. ആകയാൽ അല്ലയോ വീരനാഥ, ആത്മജ്ഞാന ഘടകം കൊണ്ട് ഊർധ്വഭാഗത്ത് വേരുകളോടുകൂടിയ സംസാരമാകുന്ന അശ്വത്ഥ വൃക്ഷത്തെ നീ വെട്ടി വീഴ്ത്തണം. തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തിഃ പ്രസൃതാ പുരാണി. അതിനുശേഷം ഏത് സ്ഥാനത്തെ പ്രാപിച്ചവർ പിന്നെയും സംസാരത്തിലേക്ക് തിരികെ വരുന്നില്ലയോ ആ സ്ഥാനം അന്വേഷിക്കേണ്ടതാണ്. ഏതിൽ നിന്നാണോ സംസാരത്തിൻ്റെ ചിരന്തനമായ പ്രവാഹം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ആദി പുരുഷനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന ദൃഢനിശ്ചയത്തോടെ. അതിനുശേഷം ഇതെന്നോ അതെന്നോ ഉള്ള ഭാവത്തെ ഇല്ലാതാക്കുന്ന ആത്മസ്വരൂപ തത്വത്തെ നിന്നിൽ തന്നെ നീ കണ്ടെത്തണം. അതോടെ അഹംഭാവം നശിക്കുന്നു, അത് വൃത്തിശൂന്യമാകുന്നു. എന്നാൽ കണ്ണാടിയിൽ കാണുന്ന മുഖം രണ്ടാമതായി കാണുന്ന മൂഢന്മാരെ പോലെ ദ്വൈതഭാവത്തെ വളർത്തുന്നതിന് സഹായകമായി തീരുന്ന മൂഢതയൊന്നും നീ കാണിക്കരുത്. നിറഞ്ഞ കിണറിൻ്റെ അടിഭാഗത്തുള്ള നീരുറവയാണ് നീ കാണേണ്ടത്. ഘടം ഉടയുമ്പോൾ ഘടാകാശം മഹാകാശമായി തീരുന്നുവെന്ന് നീ മനസ്സിലാക്കണം. വിറക് എരിഞ്ഞു കഴിഞ്ഞാലും അഗ്നി അതിൻ്റെ
മൂലരൂപത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ള വസ്തുതയെപ്പറ്റി നീ ബോധവാനായിരിക്കണം. ജലത്തിൽ കാണുന്ന സൂര്യൻ്റെ പ്രതിബിംബം ജലം വറ്റിക്കഴിയുമ്പോഴും സൂര്യമണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്ന് നീ അറിഞ്ഞിരിക്കണം. ഈ വിധത്തിലാണ് നിന്നിൽ തന്നെ നിലനിൽക്കുന്ന നിന്റെ ആത്മതത്വത്തെ നീ ദർശിക്കേണ്ടത്. കണ്ണ് അതിൻ്റെ സ്വന്തം കൃഷ്ണമണി കാണുന്നത് പോലെ, നാവ് അതിൻ്റെ സ്വാദനം സ്വയം അറിയുന്നത് പോലെ നീ നിന്റെ ആത്മാവിനെ കണ്ടറിയണം. ആകാശം ആകാശത്തിൽ തെർത്തു വച്ചിരിക്കുന്നത് പോലെയോ, തേജസ് തേജസ്സിൽ ആവാഹിക്കുന്നത് പോലെയോ, ജലം ജലത്തെ ഉൾക്കൊള്ളുന്നത് പോലെയോ നീ നിന്റെ ആത്മാവിൻ്റെ അദ്വൈതഭാവം അനുഭവിച്ചറിയണം. ഈ സത്യം ഉത്തമ ബോധ്യത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ അറിയിക്കുന്നത്. കാണാതെ തന്നെ കാണാൻ കഴിയുന്നതും അറിയാതെ തന്നെ അറിയാൻ കഴിയുന്നതുമാണ് ആദിപുരുഷനായ പരമ്പൊരുൾ. ബുദ്ധിഭാവവും ചിത്തഭാവവും കൂടാതെ ആത്മതത്വാനുഭവമാണ് കാണാതെ തന്നെ കാണാൻ കഴിയുന്ന ആ പരമ്പൊരുൾ. വേദങ്ങൾ ഇതിനെ ഉപാധിക്കുള്ളിൽ നിർത്തി വിവരിക്കുന്നതിന് ശ്രമിക്കുകയും അതിന് നാമരൂപങ്ങളുണ്ടെന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഭൗതിക സ്വർഗീയ സുഖങ്ങളിൽ നിർവേദം സംഭവിച്ച മുമുക്ഷുക്കൾ അതിൽ നിന്ന് മോചനത്തിനു വേണ്ടി അഷ്ടാംഗയോഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മാർഗം തേടുന്നു. വീണ്ടും സാംസാരിക ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ലെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവർ പരമ്പൊരുളിൻ്റെ ഗേഹത്തിലെത്താൻ ഇച്ഛിക്കുന്നു. വീതരാഗന്മാരായ ഇവർ ഭൗതിക ജീവിതത്തോടുള്ള എല്ലാ മമതയും ഉപേക്ഷിച്ച് വൈരാഗ്യമാകുന്ന തോണിയിൽ കയറി പരമ്പൊരുളിൻ്റെ തീരത്തണിഞ്ഞ് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതരാകുന്നു. എല്ലാ അനാത്മവൃത്തികളും അഹങ്കാരാദി ദുർഗുണങ്ങളും ഉപേക്ഷിച്ച് ആത്മസ്വരൂപ ഗേഹത്തിലെത്താൻ ആഗ്രഹിക്കുന്നു. ഈ ജ്ഞാനികൾക്ക് അതിലേക്കുള്ള അനുജ്ഞാപത്രം ലഭിക്കുന്നു. വസ്തുവിനെ പറ്റിയുള്ള അജ്ഞാനം മിഥ്യാജ്ഞാനത്തെ സൃഷ്ടിക്കുന്നു. അത് ഞാനെന്നും നീയെന്നുമുള്ള ദ്വന്ദ്ഭാവത്തിന് രൂപം നൽകുന്നു. ദ്വന്ദ്ഭാവമുള്ളവരുടെ വിശ്വപരമ്പര നിർഭാഗ്യവാൻ്റെ നിഷ്ഫലമായ ആഗ്രഹങ്ങൾ പോലെ നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഹിമം സ്വയം ഉറയുന്നത് പോലെ വേണം നീ നിന്നിൽ നിന്ന് സ്വസ്വരൂപ തത്വത്തെ കണ്ടെത്തേണ്ടത്. അല്ലയോ ധനഞ്ജയ, ഈ അവസ്ഥയിലെത്തിച്ചേർന്നുവെന്ന വസ്തുത മനസ്സിലാക്കുന്നതിന് മറ്റൊരു ലക്ഷണവുമുണ്ട്. ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെ അവന് പുനർജന്മം ഇല്ല. പ്രളയകാലത്ത് പ്രപഞ്ചമൊട്ടാകെ പ്രളയജലത്തിൽ മുങ്ങുന്നത് പോലെ ആത്മജ്ഞാനം കൊണ്ട് പരിപൂരിതമായ ഒരുവന് മാത്രമേ പരമപദം കൈവരിക്കാൻ സാധ്യമാവൂ. നിർമാനമോഹാജിതസംഗദോഷാഃ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ ദ്വന്ദ്വൈർവിമുക്താഃ സുഖദുഃഖസഞ്ജ്ഞൈഃ ഗച്ഛന്ത്യമൂഢാഃ പദമവ്യയം തത്. മാനവും മോഹവും ഇല്ലാത്തവരും സംഘദോഷത്തെ ജയിച്ചവരും ആത്മതത്വത്തിൽ നിരന്തര നിഷ്ഠയുള്ളവരും ആഗ്രഹങ്ങളിൽ നിന്ന് നിവർത്തിച്ചവരും സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് വിമുക്തരുമായ സത്യബുദ്ധികൾ നാശമില്ലാത്ത സ്ഥാനത്തെ പ്രാപിക്കുന്നു. വർഷകാലാന്ത്യത്തിൽ ആകാശത്തു നിന്ന് കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ മനസ്സിൽ നിന്ന് മോഹവും അഹങ്കാരവും ഒഴിഞ്ഞു പോകുന്നു. പലപ്പോഴും ശല്യപ്പെടുത്തുന്ന നിർധനനും ക്രൂരനുമായ ഒരു ബന്ധുവിനെ അകറ്റി നിർത്തിയതുപോലെ അവൻ ചിത്തവികാരങ്ങളെ അകറ്റി നിർത്തുന്നു. കുലച്ചു കഴിഞ്ഞ വാഴ ക്രമേണ ഇല്ലാതാകുന്നത് പോലെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരുവൻ ലൗകിക കർമ്മങ്ങളിൽ നിന്നും ക്രിയകളിൽ നിന്നും സാവധാനം വിരമിക്കുന്നു. അഗ്നിക്കിരയാകുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് പക്ഷികൾ വിട്ടുപോകുന്നത് പോലെ അവൻ്റെ വികൽപ്പങ്ങളെല്ലാം അവനെ വിട്ട് അകന്നു പോകുന്നു. ഭേദബുദ്ധിയില്ലാത്ത ആത്മജ്ഞാനിയുടെ ഹൃദയതലത്തിൽ ദോഷത്തിൻ്റെ കളകൾ കിളിർക്കുകയില്ല. സൂര്യോദയത്തിൽ അന്ധകാരം അപ്രത്യക്ഷമാകുന്നത് പോലെ അവൻ്റെ ശരീരാഹങ്കാരത്തോടൊപ്പം അവിദ്യയും അപ്രത്യക്ഷമാകുന്നു. ജീവിതകാലത്തിൻ്റെ അവസാനത്തിൽ ശരീരം കൊഴിഞ്ഞു വീഴുന്നത് പോലെ ദ്വന്ദ്ഭാവത്തിന് കാരണമാകുന്ന മതിഭ്രംശം ആത്മജ്ഞാനിയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നു. കാരിരുമ്പിനെ കാഞ്ചനമാക്കുന്ന സ്പർശമണിക്ക് ഇരുമ്പ് ഒരു ദരിദ്ര വസ്തുവാണ്. അതുപോലെ ഒരു ആത്മജ്ഞാനി ദ്വന്ദ്ഭാവത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ദരിദ്രനായിരിക്കും. ഭൗതിക ജീവിതത്തിലെ സുഖദുഃഖാദികളിൽ നിന്നുളവാകുന്ന ദ്വൈതഭാവം അവനെ ഒരിക്കലും ബാധിക്കുകയില്ല.
സ്വപ്നത്തിൽ സിംഹാസനം കിട്ടാതായോ മരണം സംഭവിച്ചതായോ തോന്നിയാലും ഉണർന്നു കഴിയുമ്പോൾ അത് ആമോദത്തിനോ ആതങ്കത്തിനോ വക നൽകുകയില്ല. ഒരു സർപ്പത്തിന് കേവലം ഒരു കഴുകനെ പിടികൂടാൻ കഴിയാത്തതുപോലെ പുണ്യപാപങ്ങളെ സൃഷ്ടിക്കുന്ന സുഖദുഃഖാനുഭവങ്ങൾ ഒരു ജ്ഞാനിയെ ഒരിക്കലും പിടികൂടുകയില്ല. ചിന്താശീലരായ ഇവർ ആത്മാനാത്മാ മിശ്രിതമായ പാലിൽ നിന്ന് അനാത്മത്തിൻ്റെ ജലം വേർപെടുത്തി ആത്മജ്ഞാനത്തിൻ്റെ പാല് മാത്രം തിരിച്ചെടുത്ത് കുടിച്ച് ജീവിക്കുന്ന അരയന്ന രാജന്മാരാണ്. ആത്മഭ്രാന്തി കൊണ്ട് ആത്മജ്ഞാനിക്ക് യഥാർത്ഥ വസ്തു പലതിലും പലതായി വ്യാപിച്ച് കിടക്കുന്നതായി തോന്നുമ്പോൾ ജ്ഞാനി അവൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് യഥാർത്ഥ വസ്തുവിൻ്റെ അഖണ്ഡത ദർശിക്കുന്നു. ഗംഗാനദി സിന്ധുവിൽ ആമഗ്നമാകുന്നത് പോലെ ഈ ആത്മജ്ഞാനികളുടെ ചിത്തം പരമാത്മാവിൽ നിമഗ്നമായിരിക്കുന്നു. ആകാശത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കേണ്ട ആവശ്യമില്ലാത്തതുപോലെ എല്ലാറ്റിലും എല്ലാമായി തീർന്നിട്ടുള്ള ഈ ആത്മജ്ഞാനികൾക്ക് യാതൊരു അഭിലാഷങ്ങളും ഇല്ല. അഗ്നിപർവ്വതത്തിൽ വിത്തുകൾക്ക് കുരുക്കാൻ കഴിയാത്തതുപോലെ അവരുടെ ചിത്തത്തിൽ ദുഷ്ടവികാരങ്ങൾ മുളയ്ക്കുകയില്ല. മന്ദരപർവ്വതമാകുന്ന മത്ത് എടുത്തു മാറ്റിയപ്പോൾ ക്ഷീരസാഗരം ശാന്തമായതുപോലെ തൃഷ്ണയാകുന്ന കടകോൽ എടുത്തു മാറ്റിയ അവരുടെ അന്ധകരണമാകുന്ന അർണവത്തിൽ ആഗ്രഹങ്ങളാകുന്ന അലകളുടെ അനക്കങ്ങൾ ഉണ്ടാവുകയില്ല. അവർ നിരുപന്മാരാണ്. വൃദ്ധിക്ഷയത്തിൻ്റെ യാതൊരു ന്യൂനതയുമില്ലാത്ത പൗർണമി ചന്ദ്രനെ പോലെ ജ്ഞാനിയുടെ അന്ധകരണത്തിൽ പ്രത്യാശ കൊണ്ടുള്ള യാതൊരു ന്യൂനതയും ഉണ്ടായിരിക്കുകയില്ല. എന്തിനേറെ പറയണം, പരിശുദ്ധമായ സ്വർണം സ്വർണത്തിൽ തന്നെ ലയിച്ച് ഒന്നാകുന്നത് പോലെ എല്ലാ സങ്കല്പങ്ങളെയും ജ്ഞാനാഗ്നിയിൽ ഹോമിച്ച അവർ അവിനാശഗേഹത്തിൽ എത്തിച്ചേർന്ന് അതിൽ ലയിച്ച് അതുമായി ഒന്നായിത്തീരുന്നു. അവർ ലയിക്കുന്ന ഈ സത്യസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അനശ്വരമായ ആ ഗേഹം ഒരു വസ്തുവെന്ന നിലയിൽ കാണുന്നതിനോ ഒരു വിഷയമെന്ന നിലയിൽ അറിയപ്പെടുന്നതിനോ ഒരു പ്രത്യേക സാധനമായി മറ്റുള്ളതിനോട് തുലനം ചെയ്യുന്നതിനോ കഴിയാത്തവണ്ണം ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ സ്ഥാനമാണ്. ന തദ്ഭാസയതേ സൂര്യഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. അതിനെ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ പ്രകാശിപ്പിക്കുന്നില്ല. യാതൊരു സ്ഥാനത്തെത്തിയാൽ പിന്നെ മടങ്ങാൻ ഇടവരുന്നില്ലയോ, ആ സ്ഥാനമാണ് എൻ്റെ പരമപദം. ഈ സ്ഥാനത്തെ മറ്റു വസ്തുക്കളെ സാധാരണയായി പ്രകാശിപ്പിക്കുന്ന ദീപമോ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന രവിചന്ദ്രന്മാരോ പ്രകാശിപ്പിക്കുകയില്ല. അത് അദൃശ്യസ്ഥാനമായി സ്ഥിതി ചെയ്യുന്നു എങ്കിലും അത് വിശ്വത്തെ ഒട്ടാകെ വ്യഞ്ജിപ്പിക്കുന്നു. മുത്തുച്ചിപ്പിയെപ്പറ്റിയുള്ള അറിവ് കുറവാണെങ്കിൽ അതിൻ്റെ പുറമേനിയായി കാണുന്ന രജത രൂപമാണ് കൂടുതലായി മനസ്സിൽ പതിയുക. അഥവാ കയറിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകാത്ത ഒരുവന് കയറ് പാമ്പാണെന്നുള്ള തെറ്റിദ്ധാരണയായിരിക്കും ഉണ്ടാവുക. അതുപോലെ പരമാത്മാവിൻ്റെ പ്രകാശം മറിഞ്ഞിരിക്കുമ്പോൾ മാത്രമാണ് സൂര്യചന്ദ്രന്മാർ അവരുടെ ഒളി കൊണ്ട് ഉലകത്തെ പ്രകാശിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം രവിചന്ദ്രന്മാർ നിസ്തേജരാണ്. ജാജ്വല്യമാനവും സർവവ്യാപകവുമായ ഈ പരമാത്മ സ്വരൂപമാണ് ആദിത്യനും ശശാങ്കനും പ്രഭ പകർന്നു കൊടുക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ താരങ്ങളും താരാനാഥനും അപ്രത്യക്ഷമാകുന്നത് പോലെയോ ഉറക്കമുണരുമ്പോൾ സ്വപ്നദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്നത് പോലെയോ സായാഹ്നത്തിൽ മരീചിക മറയുന്നത് പോലെയോ ആത്മവസ്തു പ്രകാശത്തിൽ സൂര്യചന്ദ്രന്മാരും ലോകവും ലുപ്തമാകുന്നു. ഹേ അർജുന, യാതൊന്നും ഭ്രമിപ്പിക്കാനാവാത്ത ധാമമാണ് എൻ്റെ പരമപദം. സാഗരത്തോട് സന്ധിക്കുന്ന സരിത്ത് പോലെ അവിടെ എത്തിയവരാരും ഒരിക്കലും മടങ്ങുകയില്ല. അർണവത്തിൽ ആമഗ്നമാക്കപ്പെട്ട ഒരു കുഞ്ചരിയുടെ ലവണ പ്രതിമ അതിൽ അലിഞ്ഞു ചേരുന്നത് പോലെയോ ചുട്ടുപഴുത്ത ഇരുമ്പിൽ പതിക്കുന്ന ജലകണങ്ങൾ തൽക്ഷണം ബാഷ്പമായി പോകുന്നത് പോലെയോ ആകാശത്തേക്കുയർന്ന അഗ്നിനാളങ്ങൾ അടിയിലേക്ക് തിരിച്ചു വരാത്തതുപോലെയോ പരിശുദ്ധജ്ഞാനത്തിൻ്റെ പ്രഭാവം കൊണ്ട് അവർ വീണ്ടും ജനിക്കാൻ ഇടയാകാത്ത വിധത്തിൽ ഞാനുമായി വിലയം പ്രാപിക്കുന്നു.